അസ്സലാമലൈക്കും. നമ്മൾ ഒരിക്കലും മക്കളെ മുന്നിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരോട് ഒന്ന് കളവ് പറയുക. നമ്മൾ മക്കളെടുത്ത് ഒരിക്കലും കളവ് പറയാൻ പാടില്ല. 2, നമ്മളെ മക്കളെ കമ്പയർ ചെയ്യുക അവരവരുടെ കൂട്ടുകാരായിട്ട്. അവരത്ര പഠിക്കുന്നുണ്ടല്ലോ, അവരത്ര മാർക്ക് വാങ്ങുന്നുണ്ടല്ലോ, നിനക്കെന്താ അങ്ങനെ വാങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരായിട്ട് കമ്പയർ ചെയ്യാം. അതൊരു മക്കളും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. നമ്മളെ അമ്മമാരെ നമ്മളെ മറ്റുള്ളവരെ പറ്റിയിട്ട് നമ്മളെ തരം താഴ്ത്തുക എന്ന് പറയും. അത് ചെയ്യാൻ പാടുള്ള കാര്യമില്ല. 3, കുറ്റപ്പെടുത്താനും പാടില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ചെയ്യുന്നതൊക്കെ ശരിയല്ല, നീ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുക, അതും പാടില്ല. പിന്നെയോ മോശമായ വാക്ക്, നമ്മളവരെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരെ നല്ല പേരുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അവരെ നമ്മൾ വേണ്ടാത്ത വാക്കുകൾ കൊണ്ട് വിളിക്കാൻ പാടില്ല. പിന്നെ കുട്ടികൾ എന്തെങ്കിലും ചെയ്താലോ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവരെ താഴ്ത്തി കെട്ടുക, ഇതൊന്നും നമ്മൾ നമ്മളെ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ നമ്മൾ കല്യാണം കഴിച്ചയച്ചാൽ അവരുടെ വീട്ടിൽ അവർക്കൊരു സമാധാനമുള്ളൊരു ജീവിതം ഇല്ലാത്തതിൻ്റെ കാരണം നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നമ്മൾ ജീവിക്കുന്ന ജീവിത ശൈലി എങ്ങനെയാണോ അതാണ് നമ്മളെ മക്കൾ കണ്ട് വളരുന്നത്. അപ്പോൾ നമ്മളാണ് ആ മക്കൾ എന്ത് ചെയ്യേണ്ടത്, നല്ല രീതിക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടത്. നല്ലത് പറഞ്ഞിട്ടും മനസ്സിലാക്കി കൊടുത്തിട്ടും അവരെ പ്രവൃത്തിയിലൂടെ നല്ലത് വരുത്തിയിട്ടും അവർക്ക് നല്ല വിദ്യാഭ്യാസം നല്ല സംസ്കാരം നമ്മൾ കൊടുക്കണം. അവരുടെ മുന്നിൽ നിന്ന് പാപ്പയും ഉമ്മയും നല്ല സ്നേഹത്തിലായി കഴിയുന്നത് ഈ മക്കൾ കാണണം. എങ്കിലല്ലേ അവരെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയാലും ആ ഭർത്താവിനെ സ്നേഹിക്കാൻ, ആ ഭർത്താവിൻ്റെ ഉമ്മനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാവുക. മറ്റേ അവരെ മുന്നിൽ നിന്ന് അവരെ ഉപ്പയും ഉമ്മയും ബാപ്പ ഉമ്മനെ അടിക്കുക, ഉമ്മ ഉപ്പേനെ ചീത്ത പറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ട് വളരുന്ന മക്കൾക്ക് ഭാവിയിൽ ദുരന്തങ്ങളാണ് ഉണ്ടാവുക. അതിന് നമ്മൾ തന്നെ കാരണം. അപ്പോൾ നമ്മുടെ മക്കളെ കണ്ണ് കലങ്ങി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ സമാധാനമില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചങ്ക് പെടയാൻ നമ്മുടെ ഉപ്പയും ഉമ്മൻ്റെയും കൽവ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനുള്ള വഴി നമ്മളായിട്ട് ഒരുക്കി വെക്കരുത്. നമ്മളെ മക്കൾ എവിടെ പോയാലും സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാവിൻ്റെ കടമ. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് തന്നെ നമ്മളെ മക്കളാണ്. ആ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് നേരം ദുആ ചെയ്യുന്നത്. അപ്പം വീടുകളിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് കുട്ടികളുടെ മുന്നിൽ നിന്ന് അത്തരം പ്രവൃത്തിയിലൊന്നും നിങ്ങൾ ഏർപ്പെടരുത്. അവർ കാണുമ്പോൾ നിങ്ങൾ വളരെ സ്നേഹത്തോടെ ജീവിച്ച് ഒന്നിച്ചിരുന്ന് കഴിച്ച് ഒന്നിച്ച് പോകുന്നതും ഒന്നിച്ച് നല്ല സ്നേഹത്തോടെ കഴിയുന്നത് കണ്ടാൽ മാത്രമേ അവർക്ക് അവരുടേതായൊരു ലോകത്തേക്ക് പോയാലും ആ ഒരു നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനാവുള്ളൂ. അപ്പോൾ അതിന് ശ്രമിക്കുക. അതുപോലെ തന്നെ മക്കളെ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്തിട്ടോ മോശമായ വാക്കുകൾ വിളിച്ചിട്ടോ ഒരു തരത്തിൽ അവരെ താഴ്ത്തി കിട്ടുക. അവർക്ക് എന്നും നല്ലൊരു ഫ്രണ്ട്സിനെ പോലെ നമ്മൾ കൂടെ നിന്നിട്ട് അവരെ പ്രൊട്ടക്ഷൻ, അവർക്ക് എല്ലാത്തിനും നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം നമ്മൾ കൊടുത്താൽ അവരെ മനസ്സിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അവർ നമ്മളെടുത്ത് തുറന്ന് പറയും. അതല്ലാതെ നമ്മൾ അവരെടുത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ഒരിക്കലും നമുക്കറിയാൻ പാടുണ്ടാവില്ല. അവർ വേറൊരു വഴിക്ക് തെറ്റായ രീതിയിലേക്കൊക്കെ അവർ നീങ്ങിപ്പോവുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അവരെ നല്ലൊരു ലെവലിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. പടച്ച റബ്ബിനോട് ഏത് നേരം ദുആ ചെയ്യുക. നല്ലൊരു ജീവിതം ഓരോ കുടുംബത്തിലും നല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ജീവിതം എല്ലാവർക്കും റബ്ബ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്തു വെക്കുകയാണ്. അസ്സലാമു അലൈക്കും.